ജനങ്ങളുടെ ഇവിടെ ഇപ്രാവശ്യം UDF ജയിക്കണമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. 100%. എൻ്റെ തീരുമാനമല്ല, ജനങ്ങളുടെ തീരുമാനമാണ്. കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു എയിംസ് വേണം എന്നുള്ള ആഗ്രഹം. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ 2-3 സ്കൂളുകൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതൊക്കെ തുറന്ന് പ്രവർത്തിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിനകത്ത് BJPയുടെ സീലായിരിക്കുന്നത്. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ, കേരളത്തിൽ UDFന്റെ മുഖ്യമന്ത്രി വന്നാൽ. Hi, hello, namaskar. You're watching KTV India with me, Varsha Venugopal, and right now I'm standing at Udma with the candidate of UDF, K. Neelakantan sir, with us. Hello, sir. Welcome to KTV India. Thank you for sparing your time. I know it's a very hard time. You are having a lot busy schedule, but still, thank you so much for sparing it. So, first of all, I want to know that because now people are a little tilt towards UDF. They are having a hope that if UDF come, there are certain things that could be happen good. That could be a change for good, sir. So what are your thoughts? How are they, when you go approach them or talk to them, how are their response towards you, sir? ജനങ്ങളുടെ തീരുമാനമല്ലേ ഇത്. ജനങ്ങൾ ഇവിടെ ഇപ്രാവശ്യം UDF ജയിക്കണമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ പരമാധികാരം വോട്ടർമാരല്ലേ. വോട്ടർമാർ ഇവിടെ UDF ജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു സംശയമൊന്നുമില്ല. So it's 100%. 100%. ഇത് എൻ്റെ തീരുമാനമല്ല, ജനങ്ങളുടെ തീരുമാനമാണ്. പലരും ചോദിച്ച് സാറ് ഭയങ്കരമായിട്ട് അത് പറഞ്ഞ് മടുത്തൊരു കാര്യമാണ്. എന്നാൽ പോലും സാർ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഉദ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡിന് വേണ്ടി ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു എയിംസ് വേണം എന്നുള്ള ആഗ്രഹം. അതിനുവേണ്ടി ഒരുപാട് സമര പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ എയിംസ് കാസർഗോഡ് ജില്ലയ്ക്ക് വേണം. അത് കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്നു. അത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ, കേരളത്തിൽ UDFന്റെ മുഖ്യമന്ത്രി വന്നാൽ ആ എയിംസ് കാസർഗോഡ് സ്ഥാപിക്കാൻ വേണ്ട ശക്തമായ നടപടികളും തീരുമാനം നമ്മളെടുക്കും. സർ, വേറെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിന് എന്തൊക്കെയാണ് സാർ? അടിസ്ഥാനപരമായി ഒരുപാട് ആരോഗ്യ മേഖലയിൽ പ്രശ്നമുണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നമുണ്ട്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ 2-3 സ്കൂളുകൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതൊക്കെ തുറന്ന് പ്രവർത്തിക്കണം. റോഡുകളുടെയും പാലങ്ങളുടെയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒത്തിരി നിരവധി പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹാരം ഉണ്ടാക്കും. സാർ, എന്താണ് നമ്മുടെ KTV ഇന്ത്യയുടെ ഓഡിയൻസിനോട് സാറിന് പറയാനുള്ളത്? എന്തെങ്കിലും ഒരു മെസ്സേജ് ഓഡിയൻസിന് വേണ്ടി? അല്ല, മതേതരത്വം നിലനിർത്തണം. ജനാധിപത്യവും മതേതരത്വം നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ആ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കശാപ്പ് ചെയ്യുന്ന ഒരു നടപടി നമ്മൾ അംഗീകരിക്കില്ല. ഇപ്പോൾ SIR പോലുള്ള വോട്ടർ പരിഷ്കരണത്തിൽ ഒരുപാട് ഇടപെടലുകൾ അതിനകത്തുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇടപെടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിനകത്ത് BJPയുടെ സീലായിരിക്കുന്നത്. ചിലപ്പോൾ RSS ആണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ RSS ആണോ സംശയമുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കൊരു ആശങ്കയുണ്ട്. മതേതരത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാസിസവും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതാണ് തീരുമാനം. Okay, thank you so much, sir. Thank you. That was K. Neelakantan from Udma candidate, and that was me, Varsha Venugopal, for KTV India with camera person Keerthan Gowda. Thank you.